അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ഇന്നെന്തുവാ അമ്മേ നമ്മൾ കോവയ്ക്ക പച്ചടി പേര് ആദ്യമേ ഫ്രൂട്ട് ഇതിന്റെയൊക്കെ പേര് പഠിക്കും. ഇതെന്തുവാ ഇത്? വഴുതനങ്ങ. പിന്നെന്തുവാ? വഴുതനങ്ങ പച്ചടി. നമ്മൾ വെറൈറ്റി ആയിട്ട് വഴുതനങ്ങ പച്ചടിയാണ് വെക്കാൻ പോകുന്നത്. വഴുതനങ്ങ പച്ചടിക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? ആദ്യമായിട്ട് വേണ്ടത് വഴുതനങ്ങ. പിന്നെ വഴുതനങ്ങ പച്ചടി വെക്കാൻ അറിയാവുന്ന ഒരാള് അത് നമുക്കുണ്ട്, ശൈല. അല്ലല്ല, ആദ്യമേ ഇവന് ഇത് എന്താണെന്ന് പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വെക്കാം. ഇത് വഴുതനങ്ങ പച്ചടി പറഞ്ഞത് പച്ചടിക്ക എന്താ കോവയ്ക്ക അറിയത്തില്ല. അതേസമയം ചിക്കനും പിന്നെ മന്തി അങ്ങോട്ട് വെച്ച് ചോദിക്കാമെങ്കിൽ പറയും എന്തൊക്കെയാ ഉഴുന്ന ഇംഗ്ലീഷ് എന്തോ പറഞ്ഞേ പറയാമെങ്കിൽ ഓക്കെ സമ്മതിച്ച്. ജിഞ്ചർ ഗാർലിക്. നീ പറ. അതാ ഓർത്ത പച്ചക്കറി ഏതാ? ചൂട് കയറി അരിശം കയറി അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോണ്ടാവാ. അല്ല, സത്യമാ പറഞ്ഞത്. ഇപ്പോഴത്തെ പിള്ളേരോട് വഴുതനങ്ങ ഏതാ, വെള്ളരിക്ക ഏതാ, മുരിങ്ങയ്ക്ക ഏതാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. തക്കാളിക്കായും പറയും, പച്ചമുളകും പറയും. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം. പൊട്ടിന്റെ കല്ല് പോയി. അപ്പൊ നമുക്കിന്ന് വെള്ളരിക്ക പച്ചടി വെക്കാം. അല്ല, നമ്മൾ ഇന്ന് ബ്രിഞ്ചാൾ പച്ചടി വെക്കുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞേ. We are going to make brinjal പച്ചടി. പറ. I am going to brinjal പച്ചടി. അങ്ങല്ല, we are going to make brinjal പച്ചടി. പറ. We are going to make brinjal പച്ചടി. We are going to അല്ല we are going to make brinjal പച്ചടി. അങ്ങനെ പറയണം. We are going to make brinjal പച്ചടി. വിളിക്കുന്നു. അരിശമായി. ഇങ്ങനെ പറയണം. We are going to make brinjal പച്ചടി. പറ. We are going to make brinjal പച്ചടി. അങ്ങല്ല അല്ല, അങ്ങ് സ്ലാങ്. We are going to make brinjal പച്ചടി. അങ്ങനെ പറ. We are going to make brinjal പച്ചടി. Okay. We are going to make brinjal പച്ചടി. Come on. Cut into pieces. ഇതൊന്ന് കഴുകി വെച്ചതാ. ആദ്യം നമ്മൾ ബ്രിഞ്ചാളിന്റെ തല വെട്ടുന്നു. പിന്നെ എല്ലാവരോടും ഒരിത്, ചൂട് കാലമാണ്, എല്ലാവരും വെള്ളം കുടിക്കുക. അതുപോലെ പാമ്പുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. വീടും കഥവും എല്ലാം മാക്സിമം എല്ലാവരും വീട്ടിലൊരു പട്ടിയെ വളർത്തുക. പൂച്ചയെ പട്ടിയെ വളർത്തുക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ 2 എണ്ണം ഉള്ളതുകൊണ്ട് ഇവിടെ ഇപ്പോൾ 2-3 തവണ മൂർക്കം വന്ന് ഇത് രണ്ടും കണ്ട് കുറച്ച് പിടിച്ച് നമ്മൾ 2 തവണ. പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിൽ എപ്പോഴും ഈ കിളിയക്കും കാക്കയ്ക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മൾ ഫുഡ് കൊടുക്കും. അത് വെള്ളമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ മഞ്ഞച്ചേരയില്ലേ, മഞ്ഞച്ചേരയൊക്കെ വരുമ്പോൾ ഈ കാക്കയും കിളിയൊക്കെ കിടന്ന് ഭയങ്കര ബഹളവാ. അപ്പൊ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് എന്തുവാന്ന്. നാളെ വരുത്തില്ലെന്നല്ല, അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് അപ്പൊ ഈ അമ്മയെപ്പോലുള്ള വീട്ടുകാരൊക്കെ ഉള്ളവര് വല്ലത്തിനൊക്കെ വെള്ളം കൊടുക്കുക, സ്വന്തമായിട്ട് വെള്ളം കുടിക്കാതെ, അല്ലേ? നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക. അപ്പൊ അവര് തിരിച്ചിങ്ങനെയൊക്കെ ഉള്ള സംഭവം വരുമ്പോൾ നമ്മളെ അറിയിക്കും. ഇവിടെ അല്ലെങ്കിലും പാമ്പ് വരുന്നില്ല. അത് ശരിയാ, മഞ്ഞച്ചേര ഉള്ളതുകൊണ്ട്. മഞ്ഞച്ചേര ഉള്ളതുകൊണ്ട് പാമ്പ് വരുത്തില്ല. കമ്മോൺ. ആദ്യമേ വഴുതനങ്ങ കണ്ടിച്ച് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇടണം. കാരണം ഇതിനകത്തൊരു കറയുണ്ട്, അതങ്ങ് പോകണം. കറ നല്ലതല്ലേ? അതല്ല, അതൊരു എന്തോന്ന് പണ്ടുള്ളൊരു ചുണ്ണാമ്പിടുമായിരുന്നു ഈ വഴുതനങ്ങ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പം. ഞാൻ കണ്ടിട്ടുണ്ട്. ചുണ്ണാമ്പ് കലക്കാമെങ്കിൽ ഇതിനകത്തൊരു കറയുള്ളതെല്ലാം അങ്ങ് പോകും. അപ്പം നമ്മൾ വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇതിന്റെ കറ കണ്ടോ, വെള്ളം കണ്ടോ, ആ കറ അങ്ങ് ഇളകും. കണ്ടോ ആ വെള്ളം കണ്ടോ? അത് കഴിഞ്ഞൊരു 6-7 കൊച്ചുള്ളി വേണം. 6-7 കൊച്ചുള്ളി. അവർക്ക് ഇഷ്ടമുള്ളത്ര, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമില്ല. ശ്രീകുട്ടൻ കല്യാണത്തിന് പോവാണ് ഗൈസ്. എന്തോ പാൻഡാ, ശ്രീകുട്ടൻ കല്യാണത്തിന് പോവാണ്. എന്താ ശരിക്കും എന്ത് കൊറിയൻ സ്റ്റൈലാ അത്. കൊറിയൻ സ്റ്റൈൽ പാന്റ്. അവന്റെ ഔട്ട്ഫിറ്റ് റേറ്റ് 10 എത്ര കൊടുക്കാം അമ്മ? കണ്ണാടിക്ക് എനിക്കറിയത്തില്ല മോനെ. ഷർട്ടും പാന്റും ഓക്കെ ഒരു 8.5. ബാക്കി കണ്ണാടി മോനും എല്ലാം കൂടെ ഉൾപ്പെടെ. നമ്മൾ അമ്മമാരെങ്ങനെയാ ഫുൾ മാർക്കേ കൊടുക്കത്തുള്ളൂ മക്കൾക്ക്. കുറച്ചു നേരത്തേക്ക് നമ്മൾ ആങ്കർ ശ്രീകുട്ടന് കൊടുക്കുകയാണ്. ഇനി വീഡിയോ മറ്റേ നമ്മുടെ ബ്രിഞ്ചാൾ പച്ചടിക്ക്. എനിക്ക് വയ്യ, പാന്റും ഒക്കെ ഇത്ര ലുക്കുള്ള ഒരാൾ നമ്മുടെ വീഡിയോക്കകത്ത്. ചേച്ചി തുടങ്ങും.
ഇപ്പൊ വഴുതനങ്ങ എനിക്ക് കല്യാണത്തിന് അരിഞ്ഞിട്ട് ഇനി എന്തുവാ കൊച്ചുള്ളി എന്തോ ഉണ്ടാക്കുന്നത്? വഴുതനങ്ങ പച്ചടി ഇത് കണ്ടോ അയ്യോ എനിക്ക് വയ്യ ഈ പാൻറ് കണ്ടോണ്ട് സിനിമയിൽ പോകാണ്ട പറയാൻ കാര്യം എന്തോ ആ ശരിയാ രാധാണനെ അതൊന്നും ഇടിയിപ്പിക്കണം മോനെ നമുക്കൊരു ഫോട്ടോ ഈ പാൻറ് ഒന്ന് കൊടുക്കാവോ അപ്പം വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ട് നല്ല മോനെ വേണ്ട ഞാനൊരു കല്യാണത്തിന് പോയപ്പം കൂട്ടിയതാ പിന്നെ സ്മിതയും രാധാമണിയൊക്കെയും കൂടെ വെച്ചു അത് സൂപ്പറായിരുന്നു മോനെ സീത ആദ്യം വെച്ചത് അയ്യോ എല്ലാം കഴിഞ്ഞപ്പം വന്നേക്കുന്ന അരിയാന മുക്കാലും തിന്നത് ചേർക്കണ്ടേ തിന്നത് തന്നെ ചേർക്കണ്ടേ ഇതൊക്കെ ഇഷ്ടവാ മോനെ പച്ചടിയൊക്കെ ഇഷ്ടവാ മീനും ഇറച്ചി ഒന്നും തിന്നത്തില്ലെന്നേ ഉള്ളു എന്തവനെ അതെ അപ്പം വഴുതനങ്ങ എടുത്ത് നമ്മള് സന്ദേശത്തിലെ തിലകൻ അണ്ണാ 2-3 പച്ചമുളക് ഇങ്ങനത്തെ വേണ്ട ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് വഴുതനങ്ങ റെഡി അത് കഴിഞ്ഞ് നമ്മൾ 2-3 പച്ചമുളക് അരിഞ്ഞിടണം ഇതിൽ മധുരത്തിന് പഞ്ചാര ഇടുവോ? ഇല്ല ഇതിനൊന്നും വഴുതനങ്ങ ഇല്ലയോ മധുരം ഉണ്ടോ? തൈരും കൂടെ ഇടും മധുരം ഒന്നുമില്ല ഇത്ര ഒന്നും വേണ്ട അണ്ണാ എന്നാ തിരിച്ചു കൊണ്ടുപോ. ഷൈലക്ക് അറിയാത്ത കറികളൊന്നും ഇല്ലല്ലോ. എല്ലാത്തിനെയും പറ്റി ഭയങ്കര നോളജാ. വേണ്ട പച്ചമുളക് 2-3 മതി. കറിവേപ്പില സ്ഥലമൊക്കെ ഉണ്ടില്ലേ അടുക്കളയിൽ തന്നെ മരങ്ങള്. അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് കടുവ് വറുത്ത് വഴറ്റാം. വഴുതനങ്ങയുടെ വെള്ളം കണ്ടോ? വെള്ളം നല്ല കണ്ടോ വഴുതനങ്ങയുടെ കറ ഇളകി കണ്ടോ? അരിയൊക്കെ പോയല്ലോ. അത് സാരമില്ല എല്ലാതേലും ഉണ്ട്. മെഴുക്കുവരട്ടി വെക്കാനും ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടേ മെഴുക്കുവരട്ടി വെക്കാവുള്ളൂ. അപ്പൊ മെഴുകുരട്ടി ഒക്കെ വെക്കുന്നവര് ഇതെന്നിട്ട് വെള്ളത്തിലിട്ട് ഇതാക്കണം അതിന്റെ കറയെല്ലാം പോകാൻ വേണ്ടി വഴുതനങ്ങ ഇല്ലേ? ഇത് വഴുതനങ്ങയാന്ന് നിനക്കറിയാവോ? എനിക്കറിയാം. പറഞ്ഞെന്തോ വെള്ളരിക്കാന്നോ കോവയ്ക്കാന്ന്? ആ കോവയ്ക്കാന്ന് ഞാൻ കേട്ടവിടെ. ആ അതേസമയം മന്തിയുടെ കാല പിന്നെ കയ്യോ ഒക്കെ ചോദ്യം എല്ലാം പറയും. വഴറ്റുന്നതിന് വേണ്ടി ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുകയാണ്. ചട്ടി ചൂടായ ചട്ടിയിലോട്ട് നാക്ക് വെച്ച് നോക്കണം. ചാലഞ്ചാ. ചൂടൊന്നും ഒരു വിഷയമല്ല. ദോഹയിലെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഡിഗ്രിക്ക് അത്രയും വരുമോ കേരളത്തില്? വെളിച്ചെണ്ണ ഒഴിച്ച് നീ എന്തുവാ വെളിച്ചെണ്ണ ചൂടാകട്ടെ. ചൂടായ ശേഷം കടുക് ഇടുക. തേങ്ങ തിരുമണം പച്ചടിക്ക്. വഴുതനങ്ങ പച്ചടി. വഴുതനങ്ങ പച്ചടി തുള്ളാൻ തുടങ്ങി ഇവിടെ. അതൊന്ന് ചൂടാകട്ടെ രാധാണ്ണ. അണ്ണൻ എന്തോ കറി ഉണ്ടാക്കാൻ അറിയാം? മീൻകറിയൊക്കെ അണ്ണൻ അറിയാം. ബീഫ് അറിയാം. ആന്നോ? ഗൾഫിലെ ഇവിടെ ചൂടില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ സൂര്യനുമായിട്ട് അംഗം ഭയങ്കര മൂശാട്ടയാ. അതുകൊണ്ട് ചൂടായതിന് നമ്മളിപ്പോ ഇവിടെ എല്ലാവർക്കും അങ്ങ് ചൂടാ. ഭയങ്കര വെയിലത്തും പോയി അങ്ങ് നിന്നോളും. പിന്നെ പോയി നോക്കിയിട്ടൊക്കെയാ ഇവിടെ എല്ലാവർക്കും ഇപ്പൊ അങ്ങ് കലിയാ ചൂടായത് കൊണ്ടായാലും. ചൂടാടാ ഗൾഫില് നീ പോടാ. അതല്ല നമ്മളോട് പറയുന്ന കാര്യം എന്തോ മുഖത്തോട്ട് നോക്കണ കടു ഡ്യൂപ്ലിക്കേറ്റ് പൊട്ടുന്നില്ല. കടു പൊട്ടുന്നതാണ് നല്ല രസമല്ലേ? ഇപ്പൊ നമ്മള് മൺചട്ടിക്കകത്ത് കടുക് ഇട്ടപ്പോ പൊട്ടുന്നതായിരിക്കും. മൺചട്ടി സൈഡിൽ ഇരിപ്പുണ്ട്. ഇരുന്നില്ലെങ്കിൽ മുഖത്ത് കടുവ് പൊട്ടുന്നു. എന്തിടുവാണോ? അപ്പൊ നമ്മള് വഴുതനങ്ങ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. വെളിച്ചെണ്ണ എല്ലാം ചൂടായി കടുവും പൊട്ടി തണ്ട വഴുതനങ്ങ ഇടുവാണ്.
മാറിയിരിക്കാൻ പറഞ്ഞു. ഇതിനകത്ത് വെള്ളമാണ്. അത് അഭിനയിച്ചാണ് തെറിച്ച വീട് വീണു വീണു. നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഇടുകയാണ്. എല്ലാം കൂടി ഇട്ടിട്ട് ഇനി വഴറ്റണം. ഇച്ചിരി മഞ്ഞപ്പൊടി, ഉപ്പും. ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പും. ഇത് വാർപ്പ് ഇത് കൊണ്ട് ഉടക്കി ഇടാനാണ്. ഒരു കൊട്ടയുണ്ടല്ലോ അതുപോലെ ഇരിക്കുന്നില്ല. മറ്റേ ഇത് കെട്ടി തൂക്കിയിട്ട് മറ്റേ കുന്തിരിക്കൊക്കെ കത്തിക്കത്തില്ലേ? ശരിയാ. ഇനി അതൊന്നായി വരട്ടെ. മൺചട്ടി വിത്ത് ബ്രിഞ്ചാൾ തമ്മിൽ മഞ്ഞപ്പൊടി, ശകലം മഞ്ഞപ്പൊടി, ശകലം ഉപ്പ്. ഉപ്പിനെന്താ തമിഴ് പറയുന്നത്? ഉപ്പ് എന്തോന്നിരിക്കുവോ? വെറുതെ കടുവും തെറിച്ച് കയ്യിലും വീണു. ഗ്യാസിന്റെ ചൂടുവെള്ളം വന്നിരിക്കുന്നത്. ഇതിന്റെ വയലറ്റാണോ ടേസ്റ്റ് അതോ വെള്ളക്കാണോ ടേസ്റ്റ്? എന്തുവാണോ വഴുതനങ്ങ എല്ലാം ഇത് നാട്ടിലേ ഇവിടെ ഉണ്ടായതല്ലയോ? ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ തണ്ണിമത്തൻ എന്തുവായി നമ്മുടെ? അതാണ്ട് അത് പോയി അങ്ങ് അളിഞ്ഞു പോയി. ഇവിടെ ഇവിടെ ഒരെണ്ണം കിളിക്കുന്നു. അതല്ല അത് ഞാനൊരു സൈസ് വളം ഇട്ട് കൊടുത്തായിരുന്നു. വേറെ വളം ഡ്യൂട്ടി കൈമാറുകയാണ്. ഏറ്റെടുത്തോളൂ. വേർക്കുന്ന അസുഖമില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? നമ്മൾ പച്ചടിക്ക് വേണ്ട ശകലമല്ല ഉള്ളൂ. ഇത്രയും തേങ്ങ എടുത്ത് ഒരു 3-4 കൊച്ചുള്ളിയും കൂടെ ആ തേങ്ങയുടെ കൂട്ടത്തിൽ അരയ്ക്കണം. അന്നേരം ഒരു രുചി വരും. ഇപ്പോഴത്തെ കൊച്ചുള്ളി മേടിച്ചോണ്ട് വന്ന് പകുതിയും മുക്കാലും പഴുത്തതാ. വലിയ കൊച്ചുള്ളി നോക്കി അണ്ണനും മേടിച്ചോണ്ട് വന്നതാ. 1 കിലോ കൊച്ചുള്ളിക്കകത്ത് 1/2 കിലോ പഴുത്തതുണ്ട്. ശകലം മഞ്ഞപ്പൊടി, ശകലം ജീരകം. ഞാൻ വെളുത്തുള്ളി അരയ്ക്കുന്നില്ല. ചിലർ വെളുത്തുള്ളി അരയ്ക്കും. ഇവിടെ വെളുത്തുള്ളി അരയ്ക്കുമ്പോൾ വേറൊരു ചുവയാന്ന് പറയും. ഒരു ശകലം വെള്ളമേ ഒഴിച്ചുള്ളൂ. പേടിയാ, പച്ചടിയല്ലേ, കുറുകിയിരിക്കണം. അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം, അല്ല ഇത് അരയത്തില്ല. നമുക്ക് അരയ്ക്കാം. ഒരു കാര്യം മറന്നുപോയി, പച്ചടിക്ക് മെയിൻ വേണ്ടത് കടുക. കടുക് തേങ്ങയ്ക്കകത്തോട്ട് ഇട്ടങ്ങ് അരയ്ക്കുക കേട്ടോ. വേണ്ട ഒത്തിരി ഒന്നും വേണ്ട. ഒരു ഇത് വേണ്ട, ഇത്രയും മതി. കസ്കസ് പലതും തോന്നും. ഒരു തേങ്ങയുടെ ഒരു ശകലം കണ്ടോ? തേങ്ങ ഓ ഇല്ലില്ല. മഴ പെയ്യുന്ന ലക്ഷണം ഉണ്ടെന്ന് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയും പെയ്യത്തില്ല. കാലാവസ്ഥാ നിരീക്ഷകർ പറയും ഇന്ന് ഇടിയോടുകൂടി മഴയാണ്. അവർ പറയുന്നൊന്നും ഇടിയും മഴയൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു കൂട്ടാ. നാളെ പെയ്യും. വേണ്ട പച്ചടിയായിട്ടുണ്ട്. നല്ലോണം അരഞ്ഞു വേണ്ട വേണ്ട ഭസ്മം പോലെ പച്ചടി പച്ചടി പോടാ. നമ്മൾ തേങ്ങ അരച്ചു. വേണ്ട നമ്മുടെ വഴുതനങ്ങയും കൊച്ചുള്ളി പച്ചമുളകും എല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. അതാ ഒട്ടും കാണത്തില്ല മോനെ വഴുതനങ്ങ. 4-5 ഒന്നുമില്ല, ഒന്നും സാരമില്ല. അത് വെള്ളമല്ലേ, അത് പറ്റി കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം അതിനകത്തോട്ട് നമ്മൾ അരപ്പ് നല്ലോണം ഒഴിക്കട്ടെ. വെള്ളം ഒന്നും ഒത്തിരി ചേർക്കാനും ഒക്കത്തില്ല പച്ചടിക്ക്. പച്ചടി എന്ന് പറയുമ്പോൾ കട്ടിയായിരിക്കണം. ഓ
നന്ദപ്പൻ ഇളക്കുന്നു. കുറെ നേരം ഇനി വെക്കണോ? വേണ്ട അയ്യോ, ഇതൊന്ന് ഇതിപ്പം അരപ്പ് ചൂടാകണം. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ചൂടായിട്ട് തൈര് ചൂടാകുന്നതിന് മുമ്പേ ഇങ്ങനെ എടുക്കണം. ആ തൈര് അതല്ലേ പച്ചടി. അയ്യോ ഇരിക്കുക. ആ പച്ചടിയായിരുന്നല്ലേ? ആ ഓ പച്ചടിക്ക് തൈരല്ലേ? നല്ല ചോദ്യം ഉത്തരവ്. ഇത് കണ്ടോ ഇപ്പം അരപ്പ് ചൂടായി. ഞാനിത് കഴിക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിച്ചിട്ടില്ല. മന്തി, ബിരിയാണി ഇതൊക്കെ തരട്ടെ. ചിക്കൻ കല്യാണത്തിന് പോകുമ്പോ കഴിക്കത്തില്ല. മറ്റേ ഓറഞ്ച് ഒരു പിങ്ക് കളർ ഇരിക്കുമല്ലോ, അത് കഴിക്കും. ചാച്ച ഒന്ന് വരാവോ? വേണ്ട, അത് നന്നാ വേണ്ട പോക്കോ. ഇപ്പൊ അരപ്പ് ചൂടായി. അതിനകത്ത് നമ്മൾ കട്ട തൈര് ഒഴിക്കുക. മൊത്തം ഒഴിക്കണ്ടേ? വേണ്ട, കുറച്ച് മതി. അപ്പൊ ഒന്നുകൂടെ കുറുകുമല്ലേ? കുറുകിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കി ഇനിയും കടുക് വറക്കണം. അത് ഇതിനകത്തോട്ട് തന്നെയാണോ? അല്ലല്ല, വേറെ പാത്രത്തിനകത്ത് ഇട്ട് വറുത്തിട്ട്. ഓ അതൊക്കെ അറിയാവല്ലോ. എല്ലാ വീഡിയോക്കകത്തും അതുപോലെ ചെയ്യുന്നത്. കടുകും മറ്റേ എന്തോ മുളക്, വറ്റൽ മുളകൊക്കെ ഉള്ളി അരിഞ്ഞിട്ട്, എനിക്കറിയാം, കറിവേപ്പില. ഞാനത് ഇപ്പൊ ചെയ്യുന്ന മുളക് ഇടിക്കാൻ വേണ്ടി. മറ്റേ മുളക് അമ്മ പൊടിച്ചു മറ്റേ കൊഞ്ചില്ലാതെ ഒരു മുളക് മാത്രം, കൊച്ചുള്ളിയും കൂടെ. ചേട്ടാ നിർത്തുവാ കേട്ടോ. ഹലോ, എല്ലാവരോടും നിർത്തുവാന്ന്. നമുക്കിനി കടുവ് വറക്കാം. നമ്മൾ കടുവ് വറക്കാൻ പോവാണ്. കണ്ടോ, ഇത് കണ്ടോ? മുട്ട വറക്കണം. ആ സൂപ്പറാ, കറക്റ്റ് കട്ടിയോടെ കിട്ടും. ഇങ്ങനെ വരും. പുൾസൈ അടിക്കാനും ഒക്കെ നല്ലതാണ്. കണ്ടോ, പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. അതാ ഇത് മേടിക്കാൻ കിട്ടും. ഞാൻ എത്ര കടകളിൽ കണ്ടിട്ടുണ്ട്. ഗ്യാസ് ഒന്നും കളയാനില്ല. ഗ്യാസിന് ഭയങ്കര. അത് എണ്ണ ചൂടാകട്ടെടാ. ആ രാധാച്ചനെയൊക്കെ വിളിച്ചോ ഉപ്പ് നോക്കാൻ. വരാൻ പറ ഇപ്പോഴേ. കടുവ് വറക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒത്തിരി വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചത്. അതുകൊണ്ട് ഇതിനകത്തൊരു ഇച്ചിരി മതി. മതി. ഇത്രയൊക്കെ വേണം മോനെ, അല്ല പിന്നെ കറിക്കൊരു സ്വാദില്ല. എന്നും നമ്മൾ വെക്കുന്നില്ലല്ലോ. വെളിച്ചെണ്ണ ചൂടാകട്ടെ. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷ വാർത്തയുണ്ട്. 45 ദിവസത്തിനകം ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടി. ഇത് സന്തോഷമായിരുന്നു. ഇവിടെ ഇല്ലാതിരുന്നു. അതെ, ഇപ്പൊ അടുത്തതും തീരാറായി. കടുകിട്ട് നല്ല ചുരുണ്ടാണോ നോക്ക്. മൊത്തം ചുരുണ്ട്. ഒന്ന് തേച്ച് കൊടുക്കും. 10 ഒരു 4. ഏ 14 അതായിട്ട് തേച്ചില്ല തുണി. ആ നന്ദൂര് കൊടുക്കാൻ പറഞ്ഞ ആ ബനിയനെ. ആ മോനെ എന്താ അതും അപ്പൊ രാധാച്ചൻ ഇടുന്നതോ? അവസാനം ഇത് കണ്ടിട്ട് എന്തോ ഒന്ന് കടുവറുപ്പ് ഫിനിഷാണ് അവസാനം. അപ്പൊ ഓക്കെ, നമ്മള് കടുവ് വറുത്ത്. ദൈവമേ. ആ മീൻചട്ടിയും കാലം ഒന്നും വീണില്ല. അതാണ് ഗ്യാസ് പ്രയോഗം. ചീനച്ചട്ടിക്കകത്തോട്ട് അതെന്താണ് അതിനകത്തോട്ട് ഇച്ചിരി അത് പ്രത്യേക സ്വാദാണ്. ഒന്നുമില്ല. ഫൈനൽ ഇതൊക്കെ നമ്മുടെ വീട്ടുകളിലെ സമ്പ്രദായം. മറ്റേ തന്നെ അന്നേരം കഴിഞ്ഞു വെള്ളം ഒഴിച്ച് വെച്ച്. അപ്പൊ നമ്മുടെ ആരെങ്കിലും കണ്ടാ പറയോ വഴുതനങ്ങയാണെന്ന്? വഴുതനങ്ങ പച്ചടി റെഡി. കഴിച്ച് ഇറക്കി കഴിഞ്ഞിട്ട് പറയുക. സൂപ്പർ. ഇങ്ങനുണ്ട് അഭിപ്രായം? അടിപൊളി. നല്ലതാണോ? നല്ലത് തന്നെ. എന്താ ബ്രിഞ്ചാളിന്റെ ടേസ്റ്റ് ഉണ്ടോ? ബ്രിഞ്ചാളെന്ന് പറഞ്ഞാല് അത് ഞങ്ങൾക്ക് അറിയാവടാ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും
അടുത്ത ഒരു പാചകവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.